കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് സൈക്കിളിനെ കുറിച്ചാണ്. ഒരു സിമ്പിൾ ഡയഗ്രാഫ് കൺസിഡർ ചെയ്യാം. സിമ്പിൾ ഡയഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് നോഡ്സിൽ നിന്ന് ഒരൊറ്റ എഡ്ജേ പോകുന്നുള്ളൂ. അപ്പോൾ അതിനാണ് സിമ്പിൾ എന്ന് പറയാ, സിമ്പിൾ ഗ്രാഫ് എന്ന് പറയാ. ഡയഗ്രാഫ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫ്, ഡയറക്ഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സിമ്പിൾ ഡയഗ്രാഫ് കൺസിഡർ ചെയ്യാം. അതിലത്തെ ഒരു നോഡാണ് യു, മറ്റൊരു നോഡാണ് ബി. Then the node V is said to be reachable or accessible from the node U of the same diagram if there exists a path from U to V. അതായത് യുവും വിയും റീച്ചബിൾ ആണെന്ന് പറയണമെങ്കിൽ യുവിൽ നിന്ന് വിയിലോട്ട് ഒരു പാത്ത് ഉണ്ടാവണം. അപ്പോൾ ഇത് ഇങ്ങനൊരു പാത്ത് ഉണ്ടാവാം. ഇതിപ്പോ ഒറ്റ പാത്ത്. ഇനി എന്ത് ചെയ്യാം? യുവിൽ നിന്ന് ഡബ്ല്യൂട്ട് ഒരു പാത്ത് ഉണ്ടാവാം, ഡബ്ല്യൂയിൽ നിന്ന് വിയിലോട്ടൊരു പാത്ത് ഉണ്ടാവാം. അപ്പൊ എന്താ? യുവിൽ നിന്ന് വിയിലോട്ടൊരു പാത്തായി. അതുപോലെ വേറെ എന്ത് വഴിക്ക് വേണമെങ്കിലും സംഭവിക്കാം. ഇതിപ്പോ ഒരു ഓപ്ഷനാണ് ഞാൻ വരച്ച. മറ്റൊന്ന് നമുക്ക് എങ്ങനെ ചെയ്യാം? യുവിൽ നിന്ന് പിയിലേക്ക് വരണം, ഇതിനെ പി എന്ന് കൊടുത്താൽ പിന്ന് ക്യൂയിലോട്ട് വരണം, ക്യൂന്ന് ആറിലോട്ട് വരണം, ആറിന്ന് വിയിലോട്ട് വരണം. ഇത് നേരെയാണ് വരയ്ക്കേണ്ടത്. എത്രയേ ഉള്ളൂ. യുവും വിയും റീച്ചബിൾ ഓർ ആക്സസിബിൾ എന്ന് പറയണമെങ്കിൽ യുവിന്ന് വിയിലോട്ട് ഒരു പാത്ത് നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഇനി note that the concept of reachability is independent of the number of alternative paths from U to V and also of their lengths. ഈ പറഞ്ഞതിനർത്ഥം എന്താ? യുവിൽ നിന്ന് വിയിലോട്ട് യുവും വിയും റീച്ചബിൾ ആണെന്ന് പറഞ്ഞാൽ അവിടുന്ന് യുവിൽ നിന്ന് വിയിലോട്ട് എത്ര പാത്തുകൾ ഉണ്ട്? ഏതൊരു പാത്താണ്? ഇതാണ് യു, ഇതാണ് വി, ഇതൊരു പാത്താണ്. ഇതൊരു പാത്താണ്. ഇതൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ നോട്ട്സ്. ഇതൊക്കെയാണ് നോട്ട്സ് എന്ന് വിചാരിക്കുക. ഇതൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വിചാരിക്കണം. അപ്പോൾ എത്ര പാത്തുകൾ ഉണ്ടെന്നോ ഓരോ പാത്തിന് എത്ര ലെങ്ത് ഉണ്ടെന്നോ ഇതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. യുവും വിയും റീച്ചബിൾ ആണെങ്കിൽ യുവിൽ നിന്ന് വിയിലോട്ട് എപ്പോഴും ഒരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതി. നമുക്ക് അതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടു നോക്കാം. A node V of a simple diagraph is said to be reachable or accessible from the node U of the same diagraph if there exists a path from U to V. Note that the concept of reachability is independent of the number of alternate paths from U to V and also of their lengths. For the graph given in figure 5.1.8. അപ്പോൾ അതൊന്ന് പറയാം. ഈ ഒരു ഗ്രാഫിന്റെ പാത്തുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈ ഗ്രാഫ് നിങ്ങൾ ഓർത്ത് മനസ്സിൽ വെക്കുക. ഗ്രാഫുകളിലൂടെ ഒന്ന് പോവാം. കണ്ടോ? P1 എന്ന ഗ്രാഫ് ഉണ്ട്, P2 ഉണ്ട്. എല്ലാം തുടങ്ങുന്നത് എവിടുന്ന? 1 നിന്നാണ്. അവസാനിക്കുന്നത് എവിടെയാ? ഇത് എല്ലാ ഗ്രാഫും കണ്ടോ? തുടങ്ങുന്നതൊക്കെ 1 നിന്നാണ്. അവസാനിക്കുന്നതോ? എല്ലാം അവസാനിക്കുന്നത് 3 നിന്നാണ്, 3യിലാണ്. അപ്പൊ എന്ത് മനസ്സിലായി? 1ഉം 3യും റീച്ചബിൾ ആണ്. കാരണം എന്താ? എല്ലാം 1 നിന്ന് തുടങ്ങി 3യിലോട്ട് എത്തുന്നു. പക്ഷെ പോകുന്ന വഴികളൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ എന്ത് മനസ്സിലായി? നമ്മളിവിടെ പറഞ്ഞ ആ വാചകത്തിന്റെ അർത്ഥം ഇതാണ്. The concept of reachability is independent of the number of alternative paths from U to V and also of their length.
അപ്പൊ ഇതിൽ വേറെ കാര്യം മനസ്സിലാവും, ഈ ബുക്കിന്റെ ഓർഡർ എത്ര ബുദ്ധിപരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഗ്രാഫ് വെച്ചിട്ടാണ് അദ്ദേഹം പാത്ത് പറഞ്ഞത്, സൈക്കിള് പറഞ്ഞത്, ഇപ്പൊ റീച്ചബിലിറ്റി പറഞ്ഞത്. ഇപ്പൊ കണ്ടോ, 1 നിന്ന് 3 എല്ലാ പാത്തുകളും. എല്ലാ പാത്തും തുടങ്ങുന്നത് 1 നിന്നാണ്, എല്ലാ പാത്തും അവസാനിക്കുന്നത് 3 അദ്ദേഹം അത്രയും ബുദ്ധിപരമായിട്ടാണ് ഒരു ബുക്ക് ചെയ്തിട്ടുള്ളത്. ഫോർ ദ ഗ്രാഫ് ഓക്കെ, നമ്മൾ കണ്ടത്. For the graph given in figure 5.1.8, we have given paths P1 to P5 from the node 1 to 3. Any one of these paths is sufficient to establish the reachability of node 3 from node 1. അതായത് നമ്മൾ 6 പാത്തുകൾ നമ്മൾ കണ്ടു. ഈ 6 പാത്തും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പാത്ത് കിട്ടിയാൽ മതി നമുക്ക് റീച്ചബിലിറ്റി പറയാനായിട്ട്. For the sake of completeness, we shall assume that every node is reachable from itself. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ യു എന്നൊരു നോഡ് യുയിലോട്ട് തന്നെ റീച്ചബിൾ ആണ്. മനസ്സിലായോ? കാരണം യുവിൽ നിന്ന് വേറെ പാത്ത് ഉണ്ടാകില്ല. യുവും വിയും രണ്ട് ഡിഫറെന്റ് പോയിന്റ് ആകുമ്പോഴാണ് യുവും വിയും റീച്ചബിൾ എന്ന് പറയണമെങ്കിൽ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യണം നമ്മൾ പറയണേ. ഇവിടെ അങ്ങനെ പറയാൻ പാത്തിന്റെ ഉണ്ടാക്കാൻ പറ്റില്ല, ഒറ്റ പോയിന്റ് ഉള്ളൂ. ഇപ്പൊ എന്താ പറയാം, യു ഈസ് പാത്ത്. അതിനർത്ഥം നോക്കാം, assume that every node is reachable from itself. Then if a node u is reachable from the node v, then a path of minimum length from u to v is called a geodesic. എന്ന് പറഞ്ഞാൽ നോക്കാം, രണ്ട് പോയിന്റ്സ് യുവും വിയും യുന്ന് വിയിലൂടെ ഒരു പാത്ത്, ദെൻ ഇങ്ങനെ 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 ഒരു പാത്ത്, ഇങ്ങനെ ഒരു പാത്ത്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 1, ഇവിടെ 1, 2, 3, 4, 5, 6. അപ്പൊ ഇതിന്റെ മിനിമം എത്രയാണ്? ഇപ്പൊ നമുക്ക് യുവിനും വിനും കണക്ട് ചെയ്യുന്ന 3 പാത്തുകളുണ്ട്. ഇതിന്റെ മിനിമം ലെങ്ത് ഉള്ള എത്രയാ? ഇതാണ്, ലെങ്ത് 1 ആണ്. അപ്പോ ഇതിനാണ് നമ്മൾ എന്ത് പറയാ, ജിയോഡെസിക് എന്ന് പറയാം. നിങ്ങൾ വിചാരിക്കുക, ഇങ്ങനെ ഒരു പാത്തോട് ഇല്ല എന്ന് വിചാരിക്കുക, പകരം ഇതുമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ ഏതായാലും ജിയോഡെസിക് വരാം. ഇവിടെ പാത്തിന്റെ ഇവിടെ എത്ര ഇതുണ്ട്? അപ്പൊ ജിയോഡെസിക് എന്താണെന്ന് നോക്കിയേ. If a node V is reachable from the node U, then a path of minimum length from U to V. Path of minimum length ആണ്. ഇവിടെ ലെങ്ത് എത്രയാ? 1, 2, 3, 4. നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ ആകുമ്പോൾ 1, 2, 3, 4, 5, 6. മിനിമം ലെങ്ത് എത്ര? ഇതിനാണ് മിനിമം ലെങ്ത് വരുന്നത് 4. അപ്പൊ ഇതാണ് ഇതിന്റെ ജിയോഡെസിക് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക ജിയോഡെസിക് എന്താണെന്ന്. Every node is reachable. Okay, if a node V is reachable from the node U, then a path of minimum length from U to V is called a geodesic. The length of a geodesic from the node U to the node V is called the distance. അപ്പോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിയോഡെസിക്കിന്റെ ലെങ്ത് ആണ്, and it is denoted by d of uv. നോക്കാം, നമുക്ക് ഇതെന്നെ നോക്കാം. ഇത് u, ഇത് v, ഇതൊരു വെർട്ടെക്സ് ആണ്, ഇതൊരു വെർട്ടെക്സ് ആണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയാ? 3 ആണ്. ഇനി വേറൊരു ഭാഗത്ത് നോക്കാം. ഇതൊരു വെർട്ടെക്സ്, ഇത് വെർട്ടെക്സ്, ഇത് വെർട്ടെക്സ്, വൺ 2 3 4 5 6 7 8. ഇതിന്റെ ലെങ്ത് 80. ഇതിന്റെ ലെങ്ത് 1 2 3. അപ്പോൾ ഏത് ജിയോഡെസിക്സ് വരയില് മിനിമം ലെങ്ത് ഉള്ള ജിയോഡെസിക് വരാം. അപ്പോൾ ഈ മിനിമം ലെങ്ത് ഉള്ള അതായത് ജിയോഡെസിക്കിന്റെ
ലെങ്തിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയാം. അപ്പൊ ഇതാണ് ജിയോഡെസിക്. അതിന്റെ ലെങ്ത് എത്ര? 3 ആണ്. അപ്പോ ഇതിന്റെ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ഈ ഗ്രാഫിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പൊ നമുക്ക് ഊഹിക്കാം എങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എന്ന്. It is assumed that d of uu is equal to 0 for any node u. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി കാണും. d of uu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പോയിന്റേ ഉള്ളൂ, u മാത്രമേ ഉള്ളൂ. യുവിൽ നിന്ന് യുയിലോട്ട് എത്ര പാത്ത് ഉണ്ട്? യുവിൽ നിന്ന് യുയിലോട്ട് ഉള്ള ജിയോഡെസിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല, അങ്ങനെ ഡിസ്റ്റൻസ് നമുക്ക് ഇല്ല. അപ്പൊ d of uu is equal to 0, ഡിസ്റ്റൻസ് 0 ആയിരിക്കും. It is clear from the definition that reachability is a binary relation on the set of nodes of a simple diagram. നമുക്ക് മനസ്സിലാവും ബൈനറി റിലേഷന്റെ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതൊരു reachability എന്ന് പറയുന്നത് ഒരു ബൈനറി റിലേഷൻ ആണ്. By our definition, reachability is reflexive. എന്താ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ? റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. യുവും വിയും ഉണ്ടെങ്കിൽ യുവിന്ന് വിയിലോട്ട് ഒരു പാത്ത്, അപ്പോഴാണ് റീച്ചബിൾ ആവുന്നത്. ദെൻ യു റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്ത് വേണം? യുവിന്ന് യുയിലോട്ട് തന്നെ വരണം. നമ്മൾ കണ്ണാടിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണണം. അപ്പോഴാണ് അതിന്റെ റിഫ്ലക്ഷൻ എന്ന് നമ്മൾ പറയണേ. അപ്പോ യുവിനോട് തന്നെ എന്താണ്? റീച്ചബിൾ ആണ്. അതുകൊണ്ട് എന്താണ്? യുവിനോട് തന്നെ റീച്ചബിൾ ആയതുകൊണ്ട് യു എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്. പറഞ്ഞു മനസ്സിലായോ? That is reflexive. First property reflexive. Then second one, ഇത് ട്രാൻസിറ്റീവ് ആണോ നോക്കാം. നമുക്ക് നോക്കാം. ഒരു യുവിൽ നിന്ന് വിയിലോട്ട് ഒരു പാത്ത് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. യുവിൽ നിന്ന് വിയിലോട്ട് ഒരു പാത്ത് ഉണ്ട്, ഇതാണ് വി. ദെൻ വിന്ന് ഡബ്ല്യൂയിലോട്ട് ഒരു പാത്ത് ഉണ്ട് അസ്യൂം ചെയ്യുക. യെസ്, പാത്ത് ഉണ്ട് വിന്ന് ഡബ്ല്യൂയിലോട്ട്. അങ്ങനെയാണെങ്കിൽ യുവിൽ നിന്ന് ഡബ്ല്യൂയിലോട്ട് പാത്ത് ഉണ്ടോ? യെസ്, പാത്ത് ഉണ്ട്. യുവിന്ന് വിയിലോട്ടുണ്ട്, വിന്ന് ഡബ്ല്യൂയിലോട്ടുണ്ട്. സോ യുവിൽ നിന്ന് ഡബ്ല്യൂയിലോട്ട് ഒരു പാത്ത് ഉണ്ട്. അപ്പൊ ഇത് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണല്ലോ. എന്ന് ബിയിലോട്ടും ബിന്ന് സിയിലോട്ടും ആണെങ്കിൽ എന്ന് സിയിലോട്ട് ഉണ്ടാവണം. യെസ്. ഇനി സിമെട്രിക് ആണോ നോക്കണം. സിമെട്രിക് ആണോ നോക്കണമെങ്കിൽ എന്താ വേണ്ടത്? യുവിൽ നിന്ന് വിയിലോട്ട് പാത്തുണ്ടെങ്കിൽ വിന്ന് യുയിലോട്ട് പാത്തുണ്ടാവും നിർബന്ധമുണ്ടോ? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. യെസ്, യുവിന്ന് വിയിലോട്ടുണ്ട്, അപ്പൊ തിരിച്ച് വിന്ന് യുയിലോട്ടുണ്ട്. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡയഗ്രാഫുകളാണ്. എല്ലാ ഡയഗ്രാഫുകളും കൺസിഡർ ചെയ്യാം. ഡയഗ്രാഫ് എന്തുണ്ടാവുക? ഇങ്ങനെ ഒരു ഡയറക്ഷൻ വരും. അപ്പൊ യുവിന്ന് വിയിലോട്ട് കൂടി ഉണ്ട്, പക്ഷെ വിന്ന് യുയിലോട്ട് ഇല്ല. അല്ലെങ്കിൽ വിന്ന് യുയിലോട്ട് വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ ഒരു പാത്ത് വേറെ വരയ്ക്കണം. ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടാവണം ഡബ്ല്യു വെച്ചിട്ട്. ഇങ്ങനെ വിന്ന് ഡബ്ല്യൂയിലോട്ട് ഡബ്ല്യൂന്ന് യുയിലോട്ട് പറഞ്ഞ് വരയ്ക്കാൻ പറ്റണം. അങ്ങനെ എപ്പോഴും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ യുവിന്ന് വിയിലോട്ട് ഉണ്ടെന്ന് വെച്ചിട്ട് യുവിന്ന് വിയിലോട്ട് ഉണ്ടെന്ന് വെച്ചിട്ട് വിന്ന് യുയിലോട്ട് ഉണ്ടാവണം യാതൊരു നിർബന്ധമില്ല. അപ്പൊ എന്ത് മനസ്സിലായി? റിഫ്ലെക്സീവ് അല്ല. അപ്രോച്ചബിൾ, ദാറ്റ് ഈസ് റീച്ചബിലിറ്റി എന്ന് പറയുന്നത് സിമെട്രിക് അല്ല. സിമെട്രിക് ആണെങ്കിൽ എന്ത് വേണം? എന്ന് ബിയിലോട്ട് ഉണ്ടെങ്കിൽ ബിന്ന് എയിലോട്ടും വേണം. സിമെട്രിക് എന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് സിമെട്രിക് അല്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. By our definition, reachability is reflexive. If there exists a path from a node U to a node V and a path from a node V to a node W, then clearly there is a path from U to W. In other words, reachability is also a transitive relation. In general, it is the transitive relation. In general, it is not true that if there is a path from U to V, then there exists a path from V to U.
Therefore, reachability is not necessarily symmetric nor it is asymmetric. Sorry, antisymmetric. ഇപ്പോൾ symmetric അല്ല antisymmetric അല്ല. The distance from a node U to a node V, if V is reachable from U, is written as d of UV. d of UV. Okay, ഇത് ഡയറക്റ്റ്ലി ഗ്രാഫ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. And it satisfies the following properties. ഒന്ന്, യുവും വിയും തമ്മിൽ ഡിസ്റ്റൻസ് എപ്പോഴും 0 വാല്യൂ ആയിരിക്കും. ശരിയല്ലേ? രണ്ട് പോയിന്റ്സ് എടുത്തു, അത് തമ്മിൽ ഡിസ്റ്റൻസ് ഇതാണെങ്കിൽ ഡിസ്റ്റൻസ് 1 ആണ്, ഇങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് 2 ഇങ്ങനെ വരാം. എപ്പോഴും ഡിസ്റ്റൻസ് 1 തന്നെ മിനിമം ലെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യുവിനോട് തന്നെ എന്താണ് ഡിസ്റ്റൻസ് 0 ആണ്. അപ്പോൾ യുവിൽ നിന്ന് വിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എപ്പോഴും 0 അല്ലെങ്കിൽ മേലേക്ക് ആയിരിക്കും, അതായത് പോസിറ്റീവ് ആയിരിക്കും. ദെൻ യുവിൽ നിന്ന് യുവിലോട്ടുള്ള ഡിസ്റ്റൻസ് എപ്പോഴും 0 ആയിരിക്കും. മറ്റൊന്ന്, ഡിയിൽ നിന്ന് യുവിൽ നിന്ന് വിയിലോട്ടുള്ള ഡിസ്റ്റൻസും വിയിൽ നിന്ന് ഡബ്ല്യൂട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യുവിൽ നിന്ന് ഡബ്ല്യൂട്ടുള്ള ഡിസ്റ്റൻസിനേക്കാൾ മേലെ ആയിരിക്കും. ഇതിനാണ് നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി എന്ന് പറയാം. കുഞ്ഞു ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിളോട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് ഇതാണെന്ന് നോക്കാം. ഇത് യു, ഇത് വി, ഡബ്ല്യു. യുവിൽ നിന്ന് വിയിലോട്ടുള്ള ഡിസ്റ്റൻസും വിയിൽ നിന്ന് ഡബ്ല്യൂട്ടുള്ള ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും യുവിൽ നിന്ന് ഡബ്ല്യൂയിലോട്ടുള്ള ഡിസ്റ്റൻസിനേക്കാൾ വലുത്. ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടിനെ പറഞ്ഞ പേരാണ് the last inequality is called the triangular inequality. If V is not reachable from U, then it is to write d of UV is equal to infinity. എന്ന് പറഞ്ഞാൽ എന്താ, യുവും വിയും റീച്ചബിൾ അല്ല എങ്കിൽ യുവിൽ നിന്ന് വിയിലോട്ട് എന്തില്ല, ഒരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ഇൻഫിനിറ്റി ആയിട്ടാണ്, അനന്തമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. If V is not reachable from U, then it is customary to write d of UV is equal to infinity. Note also that if V is reachable from U and U is reachable from V, then d of UV is not necessarily equal to d of VU. അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ കണ്ടില്ലേ, ഡിസ്റ്റൻസ് ഓഫ് യു വി എന്ന് പറയുന്നതും ഡിസ്റ്റൻസ് ഓഫ് യു എന്ന് പറയുന്നതും ഒരിക്കലും സെയിം ആവണമെന്ന് നിർബന്ധമില്ല. നമുക്ക് എല്ലാ ഫിഗറിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമാണ്.